മീരെ കൊലപ്പെടുത്തിയത് എന്റെ നന്ദനല്ല. പിന്നെ നന്ദന് വേണ്ടി ആരത് ചെയ്തു? നന്ദന് വേണ്ടിയല്ല, ദേവിക. അവളും അവളുടെ അച്ഛനും ചേർന്നാണ് മീരെ കൊന്നത്. ആർ യു ഷുവർ? അതെ, എനിക്കുറപ്പാ. ദേവികയാണ് മീരമോളെ കൊന്നത്. അവൾക്ക് മാത്രമാ അതിന്റെ ആവശ്യമുള്ളത്. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് എനിക്ക് തരണം. മോളെ രജനി, നിന്റെ അമ്മ പറഞ്ഞത് കേട്ടല്ലോ. ദേവികയാണ് മീരയെ വകവരുത്തിയതെന്ന്. ഇല്ല, ദേവിക ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചിന്തിക്ക കൂടി ദേവിക ചെയ്യില്ല. ഓക്കെ. സർ, സ്ഥലം MLA വീട്ടിൽ വന്ന് അങ്ങേ തന്നെ ചോദ്യം ചെയ്യാണെന്ന് വിചാരിക്കരുത്. ഒരേ ഒരു സംശയം എനിക്കൊന്ന് ക്ലിയർ ചെയ്യണം. ദേവികയ്ക്ക് മീരയെ കൊല്ലേണ്ടി വന്ന അത് ചെയ്യും അല്ലേ? ഒരിക്കലുമില്ല. ദേവിക എന്റെ മകന്റെ ഭാര്യ ആയതുകൊണ്ടല്ല പറയുന്നത്. നന്മയുള്ള കുട്ടിയാ ദേവിക. ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ലെന്ന് ചിലരെക്കുറിച്ച് പറയാറില്ലേ? അങ്ങനെ ഒരു മോളാ ദേവിക. ഓക്കെ. നന്ദ, മീര നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമാകുമെന്ന് വന്നപ്പോ ദേവിക ഒരു തീരുമാനം എടുത്തു. മീരയെ കൊല്ലണമെന്ന്. അവളും അവളുടെ അച്ഛൻ മാധവനും ചേർന്ന് ആ കൃത്യം ഭംഗിയായിട്ട് നിർവഹിച്ചു അല്ലേ? പച്ചക്കള്ളമാണ് മാഡം. എന്റെ ദേവിയെ കൊണ്ട് ഒരാളെയും കൊല്ലാൻ പറ്റില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. മാഡം, ഈ വീട്ടിലെ മറ്റെല്ലാവരും മാഡത്തിന്റെ അഭിപ്രായത്തിന് എതിരാണ്. എന്നുവെച്ചാ മീരയുടെ കൊലപാതകം ദേവിക അല്ല ചെയ്തതെന്ന് മറ്റുള്ളവർക്ക് ഉറപ്പാണ്. അപ്പോ ഇനി ഇവരോട് സംസാരിച്ച് സമയം കളയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ തമ്മിൽ സംസാരിക്കാം. അതിന് സമയം വേണം. സമാധാനത്തോടെ ചോദ്യവും ഉത്തരവും പറയണം. പോവാം. ഇനി നമ്മുടെ സംസാരം എന്റെ ഓഫീസിൽ വെച്ച്. ഇറങ്ങാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.